ഹരിയോ എല്ലാ സജ്ജനങ്ങളെയും കൃഷ്ണം വന്ദേ ഭാഗവതം പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 31-ാം അധ്യായം 41-ാമത്തെ ശ്ലോകം മുതലാണ് ക്ലാസ് ആരംഭിക്കുന്നത്. ക്ലാസ് നയിക്കുന്നതിന് ഭാഗവതാചാര്യൻ ഡോക്ടർ പി വിശ്വനാഥൻ നമ്പൂതിരി സാറിനെ ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ക്ലാസ് തുടങ്ങാം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രൗവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതരയജുഹാവാം പുത്രേതി തന്മയതയാദരവോഭിനേദുസ്തം സർവഭൂതഹൃദയം മുനിമാനസ്മി. സമാദരണീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. തൃതീയ സ്കന്ധം 31-ാം അധ്യായത്തിലെ 39 വരെ എടുത്ത് 40 മുതൽ നമുക്കിന്ന് ആരംഭിക്കാം. യോപയാദിശനേർമായ യോഷിദേവ വിനിർമ്മിതാം താമീക്ഷേതാത്മനോ മർത്യും തൃണൈ കൂപമിവാവൃതം. യോപയാതി, ആരാണോ ഉപയാതി അടുത്തേക്ക് വരിക. യോ ഉപയാതി ശനൈഹി പതുക്കെ മായാം യോഷിദ്ദേവ വിനിർമ്മിത. യോഷിദ്ദേവ വിനിർമ്മിത മായ. ദേവനിർമ്മിതമായ യാതൊരു മായയാണോ യോഷിത്ത് അല്ലെങ്കിൽ സ്ത്രീ. മായ എന്നുള്ള ശബ്ദം തന്നെ സ്ത്രീലിംഗമാണ്. അതുകൊണ്ട് മായാ ഭഗവതി, മായാദേവി എന്നൊക്കെ രണ്ട് മായയെ പുരുഷ രൂപത്തിലല്ല സങ്കല്പിച്ച് നമ്മൾ നിശ്ചയിച്ച് അനുഭവിക്കാറുള്ളത്. അതൊരു സ്ത്രീ വിഷയമായിട്ടാണ് അതിനെ അനുഭവിക്കാറുള്ളത്. അതുകൊണ്ട് യോഷിത്തിന്റെ സ്ത്രീ, മായായോഷിത്ത് മായ എന്ന സ്ത്രീ, ദേവ വിനിർമ്മിത ഭഗവാൻ തന്നെ സൃഷ്ടിച്ചതാണ്. ആ മായ ആകുന്ന യോഷിത്ത് പതുക്കെ പതുക്കെ സമീപത്തിലേക്ക് വരും. ശനൈഹി യഹ ഉപയാതി താം ഈക്ഷീത ആത്മനോ മൃത്യു. അവളെ ആത്മനഃ മൃത്യും ഈക്ഷേത, തൻ്റെ തന്നെ മൃത്യുവായി കാണേണ്ടതാണ് മായയെ. മായയിൽ അകപ്പെട്ടാൽ സംസാരലോക ജീവിതം വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ജനിക്കുക മരിക്കുക, ജനിക്കുക മരിക്കുക, ഇതിങ്ങനെ. അപ്പം ജനിച്ചവരാണ് ഈ മായയുടെ അടുത്തേക്ക് ചെല്ലുന്നതെങ്കിൽ ആ മായ എന്ന ആ മൃത്യുവിൽ അകപ്പെട്ട് കുറച്ചു നാളുകൾക്കകം മരണം ഉറപ്പാണ്. വീണ്ടും ജനിക്കുകയും ചെയ്യും. താം ഈക്ഷേത ആത്മനോ മൃത്യും, താം അവളെ ആത്മനോ മൃത്യും ഈക്ഷേത, തൻ്റെ തന്നെ മൃത്യുവായിട്ട് കാണേണ്ടതാണ്. എങ്ങനെ? തൃണൈ കൂപമിവാവൃതം, പുല്ലുകൊണ്ട് മൂടിയിരിക്കുന്ന ഒരു കിണർ പോലെയാണ്. നമ്മളെ വ്യാമോഹിപ്പിക്കും എന്നർത്ഥം. ഈ കിണർ കാണുമ്പോൾ കിണറാണെന്ന് അറിയാൻ പറ്റില്ല, കാരണം മേളിൽ പുല്ലിങ്ങനെ കിളിച്ച് നിറഞ്ഞു നിൽക്കുകയാണ്. അത് കണ്ടാൽ മൈതാനമാണെന്നേ തോന്നുള്ളൂ. ഓടിപ്പോകും, അറിയാതെ അതിലേക്ക് വീണുപോകും. ഇതുപോലാണ് മായ. മായ എന്ന് പറയുന്നത് പുല്ലുമൂടിയ ഒരു പൊട്ടക്കിണർ പോലെയാണ്. അതുകൊണ്ട് സംസാരമാകുന്ന സമുദ്രത്തിൽ മുങ്ങിപ്പൊങ്ങി നാശം പ്രാപിക്കും എന്നുള്ള വിവേകം അറിഞ്ഞിട്ട് ഈ മായ യോഷിത്തായതുകൊണ്ട് സ്ത്രീസുഖങ്ങളും അങ്ങനെ തന്നെയാണ്. സ്ത്രീകളുമായുള്ള വേഴ്ചയും അതുകൊണ്ട് അനുഭവിക്കുന്ന സുഖങ്ങളും അത് ഈ സംസാര ജീവിതത്തിലേക്ക് വീണ്ടും വിട്ടും. ലൗകിക സുഖഭോഗങ്ങളൊക്കെ അങ്ങനെയാണ്. അതൊക്കെ നമ്മെ കബളിപ്പിക്കുന്ന ഒരു പൊട്ടക്കിണർ പോലെയാണ്. അതിലേക്ക് അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ ചാടി വീഴുകയും ചെയ്യും. അതുകൊണ്ട് എന്ത് ചെയ്യണം? ബുദ്ധിപൂർവം അതിലകപ്പെടാതെ രക്ഷപ്പെട്ടു പോകേണ്ടതാണ് എന്നാണ് വ്യംഗ്യമായ അർത്ഥം. ഇത് സ്ത്രീക്ക് മാത്രമല്ല, ഇത് പുരുഷനും അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്.
ഈ പുരുഷന്മാർക്ക് മാത്രമല്ല ഈ മായയിൽ അകപ്പെട്ടു പോകുന്ന, സ്ത്രീകളും ഈ മായയിൽ അകപ്പെട്ടു പോകുകയും ചെയ്യും. രണ്ടു കൂട്ടർക്കും മായയിൽ അകപ്പെട്ടു പോകേണ്ടതായിട്ട് വരും. പക്ഷേ മായ ശബ്ദം സ്ത്രീലിംഗമായതുകൊണ്ട് സ്ത്രീയായിട്ടാണ് പുരാണങ്ങളൊക്കെ അതിനെ ഭാവന ചെയ്തിരിക്കുന്നത്. യോപയാതി ശനൈർമായായോഷിത് ദേവവിനിർമ്മിതാം താമീക്ഷേതാത്മനോ മർത്യം തൃണൈകൂപമിവാവൃതം. ദേവനിർമ്മിത യാ മായാം യോഷിത് ശനൈഃ ഉപയാതി താം തൃണൈഃ ആവൃതം കൂപം ഇവ ആത്മനഃ മൃത്യും ഈക്ഷ്യേത. യോപയാതി ശനൈർമായായോഷിത് ദേവവിനിർമ്മിതാം താമീക്ഷേതാത്മനോ മർത്യും തൃണൈകൂപമിവാവൃതം. യോപയാതി ശനൈർമായായോഷിത് ദേവവിനിർമ്മിതാം താമീക്ഷേതാത്മനോ മർത്യും തൃണൈകൂപമിവാവൃതം. യാം മന്യതേ പതിം മോഹാൻ മന്മായാമൃഷഭായതീം സ്ത്രീത്വം സ്ത്രീസംഗതപ്രാപ്തോ വിത്താപത്യഗൃഹപ്രദം താമാത്മനോ വിജാനീയാൻ പത്യപത്യഗൃഹാത്മകം ദൈവോപസാദിതം മർത്യും മൃഗയോർ ഗായനം യഥാം. യാം മന്യതേ യാതൊരുവളെ വിചാരിക്കുന്നു, മന്യതേ വിചാരിക്കുന്നു, പതിം പതിയായി, മോഹാത് മന്മായാം വൃഷഭായതീം മോഹം കൊണ്ട്. മോഹം എന്ന് വെച്ചാൽ വകതിരിവില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ പരമാർത്ഥമായ വസ്തു എന്താണെന്ന് തിരിച്ചറിയാതിരിക്കുന്നതാണ് മോഹം. അതുകൊണ്ട് മന്യതേ വിചാരിക്കുന്നു, യാം മന്യതേ പതി മോഹാത് മായാം വൃഷഭായതീം. വൃഷഭായതീം പുരുഷരൂപത്തിലിരിക്കുന്നതായ, ഋഷഭശബ്ദത്തിന് ഉത്കൃഷ്ടനായ പുരുഷൻ, രാജാവ്, ശ്രേഷ്ഠൻ എന്നൊക്കെ അർത്ഥം. ഋഷഭം പോലെ ആയിത്തീരുന്ന ഋഷഭായതീം യാം മന്മായാം എൻ്റെ യാതൊരു മായയെ വിത്ത അപത്യഗൃഹപ്രദം. വിത്തം ധനം, അപത്യം സന്താനം, ഗൃഹം വീട് എന്നിവയെ പ്രദം നൽകുന്ന, വിത്ത അപത്യഗൃഹപ്രദം പതിം മന്യേ ഭർത്താവാണെന്ന് ആരാണോ വിചാരിക്കുന്നത്, മന്യതേ ഭർത്താവ് ഭരിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ്. ഈ മായ എന്ന ഈ സ്ത്രീയെ യഥാർത്ഥമായ ജ്ഞാനം ഉണ്ടാവാത്തത് കൊണ്ട് പുരുഷരൂപത്തിലിരിക്കുന്ന എൻ്റെ ഈ മായയെ ആരാണോ ധനമുണ്ടാക്കിത്തരുന്ന, സന്താനമുണ്ടാക്കിത്തരുന്ന, നല്ല വീടുണ്ടാക്കിത്തരുന്ന ആണ് എന്ന് വിചാരിക്കുന്നുവോ, സ്ത്രീത്വം സ്ത്രീസംഗതപ്രാപ്തോ വിത്താപത്യഗൃഹപ്രദം, അവർക്ക് താം ആത്മനോ വിജാനീയാത്, അവളെ ആത്മനഃ തൻ്റേതായിട്ട് വിജാനീയാത് അറിയൂ, പതി അപത്യഗൃഹാത്മകം, അപത്യഗൃഹാത്മകം, പതി ഭർത്താവ്, അപത്യം സന്താനം, ഗൃഹം വീട്. മുമ്പ് പറഞ്ഞ് വേറെ വാക്ക് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. എന്ന രൂപത്തിലിരിക്കുന്നതായ ആ മായയെ. അപ്പം മായ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ഭാര്യ, ഭർത്താവ്, സന്താനം, വീട്, അതിനുണ്ടാകുന്ന ഭൗതിക വിഭവങ്ങൾ, സമ്പത്ത്, സ്വത്ത്, ഇതെല്ലാം മായയാണ്. ഇതിൻ്റെ പുറകെ പാഞ്ഞു നടക്കരുത്. ഒരുപക്ഷെ ഇതൊക്കെ ഒന്ന് അനുഭവിച്ച് വിട്ടുകളയാം. അല്ല, വേണ്ട എന്നൊരിക്കലും പറയില്ല. പക്ഷേ വിത്തം വേണം, ഭാര്യ വേണം, സന്താനം വേണം, ഇതൊക്കെ വേണം. ഇതൊരു അപകടമല്ല, അബദ്ധവുമല്ല. പക്ഷെങ്കിൽ അതിൽ തന്നെ ജീവിത അന്ത്യം വരെ സഞ്ചരിച്ചു പോകരുത് എന്നുള്ളതേ ഉള്ളൂ. ഇതൊക്കെ അനുഭവിച്ച് വിരക്തി വന്ന് എന്ത് ചെയ്യണം? ഇതിനൊക്കെ ഉപേക്ഷിക്കണം. അങ്ങനെ വന്നാലേ മായയെ തരണം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മായയ്ക്ക് അടിമപ്പെട്ട് അതിൽ കിടന്ന് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇവിടെ ഈ മായയെ ഇങ്ങനെ അവതരിപ്പിക്കാൻ കാരണം. അപത്യഗൃഹാത്മകം താം വിജാനീയ, അറിയണം, ദൈവോപസാദിതം മൃത്യും, വിധി കൊണ്ട് വന്നു ചേരുന്നതായ ഉപസാദിതം, വന്നു ചേരുന്നതാണ് ദൈവോപസാദിതം. വിധി എന്ന് വെച്ചാൽ
ഇതിനു മുമ്പ് ചെയ്ത കർമ്മങ്ങളുടെ പരിണതഫലം, അതിന് പ്രാരബ്ധ കർമ്മങ്ങൾ എന്ന് പറയും. അവയുടെ പരിണതഫലമായി വന്നു ചേരുന്ന പതി അപത്യ ഗൃഹാത്മകം ദൈവോപസാദിതം വിധിയാൽ പ്രാരബ്ധം കൊണ്ട് വന്നു ചേരുന്നതായ ഈ ഭർത്താവ്, സന്താനം, ഗൃഹം, ഇങ്ങനെയൊക്കെയുള്ള ആ മായയെ മൃഗയോഹോ ഗായനം ആത്മനഃ മൃത്യും വിജാനീയ. മൃഗയോഹോ ഗായനം, മൃഗയ എന്ന് വെച്ചാൽ വേട്ട എന്നർത്ഥം. മൃഗയോഹോ വേട്ടയാടുന്നവന്റെ, വേടന്റെ, ഗായനം യഥാ പാട്ട് എന്ന പോലെ. മൃഗയോഹു ഗായനം യഥ എന്നതുപോലെ, വേടന്റെ പാട്ട് എന്ന പോലെ, ആത്മനഃ മൃത്യും തൻ്റെ തന്നെ മൃത്യുവിന്, മരണത്തിന് കാരണമാണ് എന്ന് വിജാനീയാത് അറിയണം. ദൈവോപസാദിതം പത്യപത്യഗൃഹാത്മകം താം മൃഗയോഹോ ഗായനം മൃത്യും ആത്മനോ വിജാനീയാത്. സ്ത്രീസംഗതഃ സ്ത്രീത്വം പ്രാപ്തഃ, സ്ത്രീസംഗം കൊണ്ടാണ് സ്ത്രീത്വത്തെ പ്രാപിച്ചിരിക്കുന്നു ഇപ്പോൾ. മോക്ഷത്തിന് ആഗ്രഹിക്കുന്ന ഒരു പുരുഷൻ സ്ത്രീ പ്രസക്തിയെ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അനുഭവിച്ച് ഉപേക്ഷിക്കണം എന്നാണ്. മോക്ഷം ആഗ്രഹിക്കുന്ന ഒരാൾ പോലും ഈ സ്ത്രീ പുരുഷ പ്രസക്തമായ സംഗമത്തെ ഉപേക്ഷിക്കണം. അതെങ്ങനെ പറ്റും എന്നാണ് ഈ രണ്ട് ശ്ലോകം ഒന്നിച്ചേർത്ത് പറയാം. ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന അപകടവും. പുരുഷസ്വരൂപത്തിൽ കളിക്കുന്നു എൻ്റെ മായ, സ്ത്രീ സ്വരൂപത്തിൽ കളിക്കുന്നു മുമ്പ് പറഞ്ഞു, രണ്ടും ഒന്ന് തന്നെ. ആ മായയിൽ ഉള്ള മോഹം കൊണ്ട് ആ മായ നമ്മെ മോഹിപ്പിക്കും. എങ്ങനെയൊക്കെ മോഹിപ്പിക്കും? ധനം കൊണ്ട് മോഹിപ്പിക്കും, സന്താനം കൊണ്ട് മോഹിപ്പിക്കും, വീട് കൊണ്ട് മോഹിപ്പിക്കും, ഭൗതികമായ സുഖസാധനങ്ങളെ കൊണ്ട് മോഹിപ്പിക്കും, ഭർത്താവായിട്ട്, ഭാര്യയായിട്ട്, ഇങ്ങനെ പല പ്രകാരത്തിൽ മോഹിപ്പിച്ചുകൊണ്ടിരിക്കും. അവള് നമ്മളുടെ പ്രാരബ്ധ കർമ്മം കൊണ്ട് ജന്മജന്മാന്തരങ്ങളായി ആർജിച്ചു വന്ന കർമ്മങ്ങളുടെ അനുഭവത്തിനായിട്ട് തൻ്റെ സമീപത്തിലേക്ക് വന്നു ചേരുന്ന ഈ മായ തൻ്റെ മൃത്യുവിന് കാരണമായി തീരും എന്നറിഞ്ഞിട്ട് അതിനെ അതിജീവിക്കണം, മറികടക്കണം. ഏതുപോലെ മൃഗങ്ങളെ പിടിച്ച് ബന്ധിച്ച് നിത്യേന ഉപജീവനം കഴിക്കുന്ന ഒരു വ്യാധൻ അല്ലെങ്കിൽ ഒരു കാട്ടാളൻ, ഒരു വേടൻ, ആ മൃഗങ്ങളെ മോഹിപ്പിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പാട്ടുപാടും. ഈ പാട്ട് കേട്ട് മൃഗങ്ങൾ അടുത്തേക്ക് വരും. വന്നാലോ അപ്പം തന്നെ എഴുകുന്നകളെ. ഇതുപോലെ ആയിത്തീരരുത് എന്നാണ്. ഭൗതിക സുഖഭോഗങ്ങളാകുന്ന പാട്ട് കേട്ട് അതിൻ്റെ പുറകെ പാഞ്ഞു പോവരുത്. പോയാൽ ആ മൃഗം എപ്രകാരം നശിക്കുന്നു അതുപോലെ. ഈ പാട്ട് കേൾക്കുമ്പം മൃഗത്തിൻ്റെ ധാരണ തന്നെ സ്നേഹിക്കുന്ന തൻ്റെ ഉടമസ്ഥനായ വേടൻ തന്നെ ആത്മാനന്ദത്തോടെ വിളിച്ചു വരുത്തുകയാണെന്ന് ധരിക്കുക. ഇതേപോലെയാണ് ഭൗതിക സുഖഭോഗങ്ങൾ. ഭാര്യ, ഭർത്താവ്, മക്കള്, സമ്പത്ത്, വീട്, അനുഭവങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ വിളിച്ചു വരുത്തുകയാണ്. വരുത്തിയാൽ എന്ത് ചെയ്യും? ബന്ധനത്തിലകപ്പെടും. അപ്പോൾ ഭാര്യ ബന്ധനമായി, ഭർത്താവ് ബന്ധനമായി, മക്കൾ ബന്ധനമായി, വീട് ബന്ധനമായി, ധനം ബന്ധനമായി. എന്തിന്? ഇട്ടിരിക്കുന്ന ഒരു ഷർട്ട് പോലും എന്തായിട്ട് മാറും? ബന്ധനമായിട്ട് മാറും. അത് വിടാൻ നമുക്ക് മടിയാണ്. അങ്ങനെ ബന്ധനത്തിലകപ്പെടുന്നത് പോലെയാണ് ഈ മായ സംസാരസാഗരത്തിൽ നമ്മളെ അടിമപ്പെടുത്തുന്നത്. അതുകൊണ്ട് ആ മായയുടെ മോഹത്തിൽ നിന്നും മറികടക്കാൻ ഭൗതിക ലോക ജീവിതത്തെ ത്യജിക്കുക തന്നെ ചെയ്യണം. അതുകൊണ്ടാണ് അങ്ങനെ ത്യജിച്ചെങ്കിൽ മാത്രമേ
ഇനിയും ജന്മാന്തരങ്ങളിൽ ഇങ്ങനെയുള്ള ദേഹം സ്വീകരിക്കാൻ പറ്റാതെയാവുകയുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ ഫലമായിട്ട് ഒരു പുരുഷദേഹം അല്ലെങ്കിൽ സ്ത്രീയുടെ ദേഹം ഏതെങ്കിലും 2 സ്വീകരിച്ചാലും ഈ മായയിൽ മോഹിതരാകും. കാരണം പുരുഷൻ സ്ത്രീയാൽ ആകർഷിക്കപ്പെടുന്നു, സ്ത്രീ പുരുഷനാൽ ആകർഷിക്കപ്പെടുന്നു. അങ്ങനെ വീണ്ടും വീണ്ടും പുനരഭിജനനം, പുനരഭിമരണം എന്നൊക്കെ കവി പാടിയത് ആചാര്യസ്വാമികൾ പാടിയതുപോലെ ദുഃഖത്തിന് കാരണമാകുന്ന ഈ പുരുഷനിലോ സ്ത്രീയിലോ ഉണ്ടാകുന്ന സ്നേഹരൂപമായ പാശത്തെ ദീണം വിവേകമാകുന്ന വാളുകൊണ്ട് വെട്ടിമാറ്റി അപ്പുറത്തെ കളക്ക് തന്നെ ചെയ്യണം എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുക. യാം മന്യതേ പതിം മോഹാത് മന്മായാംഷഭായതീം സ്ത്രീത്വം സ്ത്രീഭംഗതപ്രാപ്തോ വിത്താപത്യഗൃഹപ്രദം താമാത്മനോ വിജാനീയാത് പത്യപത്യഗൃഹാത്മകം ദൈവോപസാദിതം മർത്തും മൃഗയോർഗായനം യഥാം. മോഹാത് വൃഷഭായതീം യാം മന്മായാം വിത്താപത്യഗൃഹപ്രദം പതിം ദൈവോപസാദിതം പത്യപത്യഗൃഹാത്മകം താം മൃഗയോഃ ഗായനം യഥാം ആത്മനഃ മൃത്യും വിജാനീയാത് സ്ത്രീസംഗതഃ സ്ത്രീത്വം പ്രാപ്തഃ. യാം മന്യതേ പതിം മോഹാൻ മന്മായാംഷഭായതീം സ്ത്രീത്വം സ്ത്രീസംഗതപ്രാപ്തോ വിത്താപത്യഗൃഹപ്രദം താമാത്മനോ വിജാനീയാത് പത്യപത്യഗൃഹാത്മകം ദൈവോപസാദിതം മർത്തും മൃഗയോർഗായനം യഥാം. യാം മന്യതേ പതിം മോഹാൻ മന്മായാംഷഭായതീം സ്ത്രീത്വം സ്ത്രീസംഗതപ്രാപ്തോ വിത്താപത്യഗൃഹപ്രദം താമാത്മനോ വിജാനീയാത് പത്യപത്യഗൃഹാത്മകം. അവിടെ പത്യ എന്ന് വായിക്കരുത്, പത്യപത്യഗൃഹാത്മകം ദൈവോപസാദിതം മർത്തും മൃഗയോർഗായനം യഥാം. ദേഹേന ജീവഭൂതേന ലോകാല്ലോകമനുവ്രജൻ ഭുഞ്ജാന ഏവ കർമാണി കരോത്യവിരതം പുമാൻ. ദേഹേന ദേഹം കൊണ്ട്, ജീവഭൂതേന ജീവന ഉപാധിയായി തീർന്നിരിക്കുന്ന ദേഹം കൊണ്ട്, ലോകാത് ലോകം അനുവ്രജൻ ഒരു ലോകത്തു നിന്നും മറ്റു ലോകത്തിലേക്ക് അനുവ്രജൻ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്ന ഈ സ്ഥൂല ദേഹത്തിൻ്റെ നാശത്തില് ജീവന്റെ ഉപാധിയായിരിക്കുന്ന ലിംഗശരീരം നശിക്കില്ല. സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, ലിംഗശരീരം എന്ന് 3 തരത്തിലാണ് ശരീരം. സ്ഥൂല ശരീരത്തിന് നാശം വരുമ്പോൾ അതിന് ഒരു ഉപാധിയായിരിക്കുന്ന ഈ ലിംഗശരീരം നശിക്കത്തില്ല. ആത്മജ്ഞാനം കൊണ്ട് മാത്രമേ അത് നശിക്കുകയുള്ളൂ. അത് നശിക്കാത്തിടത്തോളം വീണ്ടും വീണ്ടും ജന്മപരമ്പരകൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ജീവഭൂതേന ദേഹേന ലോകമനുവ്രജൻ ഒരു ലോകത്തു നിന്നും മറ്റു ലോകത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ട് ഭുഞ്ജാനേവ കർമാണി കർമ്മങ്ങൾ ഭുജിച്ചുകൊണ്ട് കരോതി അവിരതം പുമാൻ അവിരതം നിരന്തരമായും കർമ്മങ്ങളെ കരോതി ചെയ്യുന്നു. ഇതുറപ്പാണ്. അപ്പം ആത്മജ്ഞാനം കൊണ്ട് മാത്രമേ ഈ ലിംഗദേഹത്തെ നശിപ്പിക്കാൻ പറ്റുള്ളൂ, കാരണശരീരത്തെ നശിപ്പിക്കാൻ പറ്റുള്ളൂ. സുഹൃത ദുഷ്കൃതങ്ങളുടെ ഫലങ്ങളായി അനുഭവിക്കുന്ന സുഖദുഃഖങ്ങൾ, സുഹൃതം കൊണ്ട് സുഖമായി, ദുഷ്കൃതം കൊണ്ട് ദുഃഖവുമായി. അങ്ങനെ ഈ ജീവന് ഈ ലിംഗശരീരമായ ജീവന് തൻ്റെ ഉപാധിയായ ലിംഗദേഹത്തോട് കൂടെ ഈ ലോകത്തിനും പരലോകത്തെയും അവിടെ ഇങ്ങനെ താഴേക്ക് വരാനുള്ള സമയം എത്തുമ്പോൾ മറ്റു ശരീരത്തെ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യും. അതിനോട് പിന്നെയും ഇതുപോലെ ഗമനാഗമനങ്ങൾ ചെയ്ത് യാത്ര ചെയ്തുകൊണ്ട് ഓരോ കർമ്മങ്ങൾ ആവർത്തിച്ച് അനുഭവിക്കും. ഇതാണ് ജീവന്റെ ബന്ധനാവസ്ഥ. ജീവനെ ബന്ധിക്കപ്പെടുന്നത് ഇങ്ങനെയാണ് എന്ന് ബോധ്യപ്പെടുത്തുക. ദേഹേന ജീവഭൂതേന ലോകാല്ലോകമനുവ്രജൻ ഭുഞ്ജാനേവ കർമാണി കരോത്യവിരതം പുമാൻ. ജീവഭൂതേന ദേഹേന പുമാൻ ലോകാത് ലോകം
അനുവ്രജൻ ഭുഞ്ജാനഃ അവിരതം കർമാണി ഏവ. അവിരതം കർമാണി കരോതി ഏവ. ദേഹേന ജീവഭൂതേനാലോകല്ലോകമനുവ്രജൻ ഭുഞ്ജാനേവ കർമാണി കരോത്യവിരതം പുമാൻ. ദേഹേന ജീവഭൂതേന ലോകാല്ലോകമനുവ്രജൻ ഭുഞ്ജാനേവ കർമാണി കരോത്യവിരതം പുമാൻ. ജീവോ ഹ്യഫ്യാനുഗോ ദേഹോ ഭൂതേന്ദ്രിയമനോമയാം തന്നിരോധോഫ്യ മരണം ആവിർഭാവസ്തു സംഭവാം. ഒരു മിനിറ്റ് ഇപ്പം വരാമേ. സമയം 2 മിനിറ്റ് 3 വരെ ക്ലാസ് ഉണ്ട്. അതെല്ലാം ചിരിക്കാൻ ജീവോ ഹ്യഫ്യാനുഗോ ദേഹോ ഭൂതേന്ദ്രിയമനോമയാം തന്നിരോധോഫ്യ മരണം ആവിർഭാവസ്തു സംഭവാം. ഭൂതേന്ദ്രിയമനോമയ, ഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, മനസ്സ്. ജീവോ ഹി അഫ്യ അനുഗോ ദേഹോ. അഫ്യ ഈ ജീവന്റെ, ജീവോ ഹി അഫ്യ അനുഗഹ ഈ ജീവന്റെ അനുഗന്മാരാണ്, സഹായികളാണ്, കൂടെ സഞ്ചരിച്ചു പോകുന്നവരാണ്. ആരൊക്കെ? ഭൂതങ്ങൾ, പഞ്ചഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ 2 തരത്തിൽ, ജ്ഞാനേന്ദ്രിയം, കർമ്മേന്ദ്രിയം, മനസ്സ്. ഈ 3 എണ്ണങ്ങൾ, ഈ 3 എണ്ണം ഈ ജീവന്റെ കൂടെ പോവുകയാണ്. എവിടൊക്കെ ഈ ജീവൻ എടുത്തു പോകുന്നോ അവിടെയൊക്കെ ഇവരൊക്കെ വരും. ഒരു ഉറുമ്പ് മുതൽ ആന വരെയുള്ള ഏത് ശരീരത്തെ സ്വീകരിച്ചാലും അതിലൊക്കെ പഞ്ചഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, മനസ്സ് ഇതിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. തന്നിരോധോഫ്യ മരണം ആവിർഭാവസ്തു സംഭവാം. അതിൻ്റെ തടസ്സമാണ് ഈ ജീവൻ്റെ മരണം. അതിനെപ്പോൾ തടസ്സം വരുന്നുവോ, ഇന്ദ്രിയങ്ങൾക്ക് തടസ്സം വരിക, മനസ്സിന് തടസ്സം വരിക, ഇങ്ങനെ ഇത് പെട്ടെന്ന് എവിടെ നിശ്ചലമാകുന്നു അപ്പോൾ മരണമാണ്. ആവിർഭാവം ആകട്ടെ, ഇനി ഇത് വീണ്ടും ഉണ്ടായാൽ അതിന് പേര് ജനനം എന്നാണ്. ഈ ജനനമരണങ്ങൾ ഇവയുടെ ഉണ്ടാകലും ഇവയുടെ നാശവുമാണ്. ജീവന്റെ ജനനമരണങ്ങൾ എങ്ങനെയെന്ന് എന്നൊന്ന് കാണിക്കുകയാണ്. സൂക്ഷ്മഭൂതങ്ങളുണ്ട്, സൂക്ഷ്മ ഇന്ദ്രിയങ്ങളുണ്ട്, മനസ്സുണ്ട്. പഞ്ചഭൂതങ്ങൾ, അതിൽ 2 അമൂർത്തങ്ങളാണ്. ആകാശവും വായു നമുക്ക് കാണാൻ പറ്റില്ല, അനുഭവിച്ചറിയാത്തേ ഉള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് കാണാം. അഗ്നിയും ജലവും ഒക്കെ നമുക്ക് കാണാം. അതുകൊണ്ട് ഈ പഞ്ചഭൂതങ്ങൾക്ക് സൂക്ഷ്മാംശമുണ്ട്, ഇന്ദ്രിയങ്ങൾക്കും ഉണ്ട് സൂക്ഷ്മാംശം. ഈ പുറത്ത് കാണുന്നതല്ല. കണ്ണെന്ന് പറയുന്നത് ഈ കാണുന്നതല്ല എൻ്റെ അകത്താണ്, ചെവി ഈ കാണുന്നതല്ല അകത്താണ്, മൂക്ക് ഈ കാണുന്നതല്ല അകത്താണ്. അതുപോലെ മനസ്സ് നമുക്കാർക്കും കാണാൻ പറ്റില്ല, അത് സൂക്ഷ്മമാണ്, ഉണ്ടെന്നുള്ള ഉറപ്പുമാണ്. ഇവകളുടെ ഒരു സമ്മേളനമാണ് സ്ഥൂല, സൂക്ഷ്മ, ലിംഗശരീരം. 3നും ഉണ്ട് ഇത്. സ്ഥൂലത്തിൽ ഇവ ആകൃതി എടുത്തു വരും, സൂക്ഷ്മത്തിൽ അവ അണുരൂപത്തിലാണ്, ലിംഗത്തിൽ അത് വാസനാരൂപത്തിൽ അങ്ങനെ അടിഞ്ഞു കിടക്കും. അപ്പോഴും ഇത് 3ഉം ഉണ്ടാവും. അപ്പം ആ ലിംഗദേഹത്തിൻ്റെ ഒരു വാസസ്ഥാനമാണ് സ്ഥൂലവും സൂക്ഷ്മവുമായ ഈ ശരീരം.
സ്ഥൂലദേഹത്തിൻ്റെ നാശത്തിൽ ലിംഗശരീരം ഉണ്ട്, പക്ഷെ ഒരു കർമ്മവും ചെയ്യില്ല, നിശ്ചലമാണ്. ജീവന കർമ്മങ്ങൾ നടത്തുവാൻ ഒരു ഉപാധിയാണ് ഈ ലിംഗദേഹം. അതിനാസ്പദമായി ഒരു സ്ഥൂലദേഹവും ഉണ്ടാവണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ അതിന് പ്രവർത്തിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ലിംഗശരീരത്തിന് പ്രവൃത്തിയില്ല. അതിന് പ്രവർത്തിക്കണമെങ്കിൽ എന്താണ്, സ്ഥൂലമായ ഒരു ശരീരം ഉണ്ടാവണം, എങ്കിൽ മാത്രമേ അതിന് പ്രവർത്തിക്കാൻ പറ്റൂ. പക്ഷേ കുറേ കാലം കഴിയുമ്പോൾ സ്ഥൂല ശരീരം നശിക്കും. അപ്പോൾ കാരണശരീരം നിലനിൽക്കും. അതും കൂടി നശിച്ചാലും ലിംഗം. അതിന് ആ ലിംഗശരീരം പ്രവൃത്തിയിൽ ഏർപ്പെടാൻ തടസ്സമായി. അങ്ങനെ തടസ്സം നേരിടുമ്പോൾ അതിൻ്റെ പേരാണ് മരണം എന്ന് പറഞ്ഞാൽ. ലിംഗദേഹത്തിന് പ്രവർത്തിക്കാൻ ഇടമില്ലാതെ വരുമ്പോൾ അതിൻ്റെ പേരാണ് മരണം. അതായത് സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളുടെ നാശം. സ്ഥൂല ശരീരം നശിക്കുമ്പോഴാണ് നമ്മൾ മരിച്ചു എന്ന് പറയുക. സൂക്ഷ്മ ശരീരം നശിപ്പിക്കാനാണ് സംസ്കരിക്കുന്നത്. രണ്ട് മരണമുണ്ട്. ഒന്ന് സ്വാഭാവികമായിട്ട് മരിക്കും, രണ്ടാമത് സംസ്കാരത്തിൽ കൂടി മരിക്കും. ഒന്ന് സ്ഥൂലം, ഒന്ന് സൂക്ഷ്മം. ഇത് രണ്ടും കഴിഞ്ഞാലും കാരണമെന്ന ലിംഗശരീരം നിലനിൽക്കും. അതിന് എന്തെങ്കിലും പ്രവർത്തിക്കണമെങ്കിൽ ഈ ശരീരം വേണം, അത് പ്രവർത്തിക്കാൻ പറ്റില്ല. അതിൻ്റെ പ്രവർത്തനത്തിന് തടസ്സം നേരിട്ടാൽ അത് മരണം. അതിൻ്റെ പ്രവർത്തനം വീണ്ടും ആരംഭിച്ചാൽ അത് ജനനം. ഇതുതന്നെയാണ് ജനനമരണങ്ങൾ എന്ന്. അതുകൊണ്ട് ഇത് തിരിച്ചറിഞ്ഞിട്ട് ലിംഗദേഹം ഇതിനൊരു ഉപാധിയായിട്ട് തീരുന്നുവെന്നറിഞ്ഞ്, അത് കർമ്മങ്ങൾ ചെയ്യാനുള്ള ഉപകരണമാണെന്നറിഞ്ഞ്, അതിനെ തിരിച്ചറിഞ്ഞിട്ട് അതിനുള്ള ജ്ഞാനമുണ്ടാകുമ്പോൾ ലിംഗശരീരത്തെ നശിപ്പിക്കും. അതാണ് മുക്തി. ഈ ലിംഗശരീരം കൂടി ഇല്ലാതാകുമ്പോൾ അതിൻ്റെ പേരാണ് മുക്തി എന്ന്. ജീവോ ഹ്യഫ്യാനുഗോ ദേഹോ ഭൂതേന്ദ്രിയമനോമയ തന്നിരോധോഫ്യമരണം ആവിർഭാവസ്തു സംഭവാം. ഭൂതേന്ദ്രിയമനോമയ ജീവദേഹ അഫ്യ അനുഗഃ തന്നിരോധ അഫ്യ മരണം ആവിർഭാവ തു സംഭവ. ജീവോ ഹ്യഫ്യാനുഗോ ദേഹോ ഭൂതേന്ദ്രിയമനോമയ തന്നിരോധോഫ്യമരണം ആവിർഭാവസ്തു സംഭവാം. ജീവോ ഹ്യഫ്യാനുഗോ ദേഹോ ഭൂതേന്ദ്രിയമനോമയ തന്നിരോധോഫ്യമരണം ആവിർഭാവസ്തു സംഭവാം. ദ്രവ്യോപലബ്ധിസ്ഥാനഫ്യാം ദ്രവ്യേക്ഷായോഗ്യതായതാം തൽപഞ്ചത്വമഹം മാനാത് ഉത്പത്തിർദ്രവ്യദർശനം. ദ്രവ്യോപലബ്ധിസ്ഥാനഫ്യാം, ദ്രവ്യത്തിൻ്റെ ഉപലബ്ധി ലഭിക്കൽ, അതിന് സ്ഥാനമായിരിക്കുന്ന, ദ്രവ്യങ്ങൾ കിട്ടാൻ സ്ഥാനമായിരിക്കുന്ന, ദ്രവ്യത്തിൻ്റെ ഉപലബ്ധിക്ക് സ്ഥാനമായ ദ്രവ്യോപലബ്ധിസ്ഥാനഫ്യാം ദ്രവ്യ ഈക്ഷായോഗ്യത യഥ. ദ്രവ്യങ്ങളുടെ കാഴ്ചക്കുള്ള യോഗ്യത എപ്പോഴാണോ ഉണ്ടാകുന്നത്, ദ്രവ്യ ഈക്ഷാ യോഗ്യത യഥാ പഞ്ചത്വം അഹംമാനാത് ഉത്പത്തി ദ്രവ്യദർശനം. തത്, അതാണ് പഞ്ചത്വം. പഞ്ചത്വം എന്ന് വെച്ചാൽ മരണം. പഞ്ചത പ്രാപിക്കുക എന്നാണ്. പണ്ടൊക്കെ മഹാരാജാക്കന്മാരൊക്കെ മരിക്കുമ്പോൾ തിരുവിതാംകൂർ രാജാക്കന്മാർ പഞ്ചത്വം പ്രാപിച്ചു, അല്ലെങ്കിൽ നാട് നീങ്ങി എന്നേ പറയൂ. 5ഉം 5ആയിട്ട് തീരുന്നതാണ് പഞ്ചത്വം. പഞ്ചഭൂതങ്ങൾ 5ഉം 5ആയിട്ട് തീരും. ശരീരത്തിലുള്ള പാർത്ഥിവാംശം മണ്ണായിട്ട് മാറും. അതിലുള്ള ജലാംശം പ്രകൃതിയിലെ ജലത്തിലേക്ക് ലയിക്കും. അതിലുള്ള വായു പ്രപഞ്ചവായുവിലേക്ക് ലയിക്കും. അതിലുള്ള ആകാശം പ്രപഞ്ചാകാശത്തിലേക്ക് ലയിക്കും. എന്നിങ്ങനെ 5ഉം 5ആയിട്ട് തീരും. അതിൻ്റെ പേര് പഞ്ചത്വം പ്രാപിക്കുക എന്നാണ്. അതിൻ്റെ അർത്ഥം മരണം എന്നാണ്. തത് പഞ്ചത്വം അഹംമാനാത്, അഹംമാനം കൊണ്ട്, അഭിമാനം കൊണ്ട്, ഞാനെന്ന് ഭാവിക്കുന്നത് കൊണ്ട്, ഉത്പത്തി ദ്രവ്യദർശനം, ദ്രവ്യങ്ങളുടെ ദർശനം എപ്പോഴുണ്ടാകുന്നുവോ അതാണ് ഉത്പത്തി അല്ലെങ്കിൽ ഉത്ഭവം.
ഞാനെന്ന് ഈ ലിംഗശരീരത്തിന് എപ്പോഴെങ്കിലും ഒരു ഭാവന ഉണ്ടായി വന്നാൽ അപ്പോൾ ദ്രവ്യങ്ങളെ കാണാൻ വീണ്ടും ജനനം ഉണ്ടാവേണ്ടി വരും. ആ ജീവാത്മാവിന് പഞ്ചഭൂതങ്ങൾ കൂടിച്ചേർന്നിരിക്കുന്ന ഓരോ ലൗകിക പദാർത്ഥങ്ങൾ കണ്ടും കേട്ടും അനുഭവിക്കാവുന്ന സുഖം, അതിനുള്ള ഒരു ഉപകരണമാണ് ഈ സ്ഥൂല ശരീരം. അതിൻ്റെ യോഗ്യത ഇല്ലാതായാൽ മരണം, അത്രേ ഉള്ളൂ. അതാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. ദ്രവ്യോപലബ്ധിസ്ഥാനസ്യ ദ്രവ്യേക്ഷായോഗ്യത യഥാ തത് പഞ്ചത്വം അഹംമാനാദ ഉത്പത്തി ദ്രവ്യദർശനം. ദ്രവ്യോപലബ്ധിസ്ഥാനസ്യാം ദ്രവ്യേക്ഷായോഗ്യതായതാം തത് പഞ്ചത്വം അഹംമാനാദ് യഥാ ദ്രവ്യദർശനം തഥാ ഉത്പത്തി ദ്രവ്യോപലബ്ധിസ്ഥാനസ്യാം ദ്രവ്യേക്ഷായോഗ്യതായതാം തത് പഞ്ചത്വമഹംമാനാദ ഉത്പത്തി ദ്രവ്യദർശനം. ദ്രവ്യോപലബ്ധിസ്ഥാനസ്യാ ദ്രവ്യേക്ഷായോഗ്യതായതാം തത് പഞ്ചത്വമഹംമാനാദ ഉത്പത്തി ദ്രവ്യദർശനം. യഥാക്ഷ്ണോർദ്രവ്യാവയവദർശനായോഗ്യതായതാം തദൈവ ചക്ഷുഷോ ദ്രഷ്ടും ദൃഷ്ടൃത്വാ. എപ്രകാരമാണോ അക്ഷ്ണോഹു കണ്ണുകൾക്ക്, എപ്രകാരമാണോ കണ്ണുകൾക്ക് യഥാ അക്ഷ്ണോഹു ദ്രവ്യ അവയവ ദർശന അയോഗ്യത, ദ്രവ്യങ്ങളുടെ അവയവങ്ങളെ കാണാൻ യോഗ്യതയില്ലാതാകുന്നുവോ, യഥാ അക്ഷ്ണോഹു ദ്രവ്യ അവയവ ദർശന അയോഗ്യത. ദർശന അയോഗ്യത എന്ന് പറയാം. ദർശന യോഗ്യതയല്ല, ദർശന അയോഗ്യതായതാം. എപ്പോഴാണോ ഉണ്ടാകുന്നത് തദൈവ അപ്പോൾ തന്നെ ചക്ഷുഷോ ദൃഷ്ടും, അപ്പോൾ തന്നെ കണ്ണിനും ദ്രഷ്ടാവിനും, ദ്രഷ്ടാവ് കാണുന്നവൻ, ചക്ഷുഷോ ദൃഷ്ടുഹു കണ്ണിനും കാണുന്നവനും തമ്മിൽ ദ്രഷ്ടൃത്വ അയോഗ്യത അനയോഹു, അവർക്ക് തമ്മിൽ ഈ ദ്രഷ്ടാവിനും കണ്ണിനും തമ്മിൽ അയോഗ്യത, യോഗ്യതയില്ലായ്മ അപ്പോഴുണ്ടാകും. അപ്പോഴാണ് കാണാതാകുന്നത്. കണ്ണുണ്ട് പക്ഷെ കാണാൻ പറ്റുന്നില്ല. മരിച്ചു കിടക്കുന്ന ആളിന് കണ്ണുണ്ട് പക്ഷെ കാണാൻ പറ്റില്ല. കാരണം അവിടെ എന്താണ്, കാണുന്നവൻ എന്ന ദ്രഷ്ടാവ് നഷ്ടപ്പെട്ടു. അപ്പം ദ്രഷ്ടാവിനും കണ്ണിനും തമ്മിൽ ദൃഷ്ടൃത്വത്തിന് അയോഗ്യതയുണ്ടാകും ഇവയ്ക്ക് തമ്മിൽ. അപ്പോൾ കാണാതാകുന്ന ജീവാത്മാവിൻ്റെ യഥാർത്ഥമായ ഒരു ചിത്രം ഇവിടെ വരച്ച് കാണിക്കുകയാണ്. നേത്രങ്ങൾ അല്ലെങ്കിൽ ചെവി അല്ലെങ്കിൽ മൂക്ക്, നാക്ക്, ത്വക്ക് എന്തായാലും കുഴപ്പമില്ല. ആ ഇന്ദ്രിയങ്ങൾക്ക് അവയുടെ വിഷയങ്ങളായ രൂപാദികളെ മനസ്സിലാക്കാൻ, അറിയാനുള്ള ഒരു സാമർഥ്യം എപ്പോഴില്ലാതാകുന്നു അപ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് നാശമുണ്ടായി. കണ്ണുകൊണ്ട് കാണാൻ പറ്റാതായാൽ ആ ഇന്ദ്രിയം നശിച്ചു. ചെവി കൊണ്ട് കേൾക്കാൻ പറ്റാതായാൽ ആ ഇന്ദ്രിയം നശിച്ചു. നാവ് കൊണ്ട് രസമറിയാതായാൽ ആ ഇന്ദ്രിയം നശിച്ചു. ഇങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളും അവയ്ക്ക് ആസ്പദമായ ഈ സ്ഥൂലദേഹം നശിക്കുമ്പോൾ അവയ്ക്ക് ഉപാധിയായി തീർന്നിരിക്കുന്ന സൂക്ഷ്മദേഹത്തിലിരുന്ന് ശബ്ദം, കാഴ്ച, സ്പർശം ആദികളായി അനുഭവിക്കാൻ ഈ ജീവനും അനുഭവിക്കുന്ന ആളും തമ്മിൽ അയോഗ്യതയുണ്ടാകും. ഞാൻ മരിച്ചു എന്ന് പറയുമ്പോൾ എൻ്റെ സ്ഥൂല ശരീരത്തിന് നാശമുണ്ടായി. ഉണ്ടായെന്ന് വെച്ചാൽ കാണാൻ പറ്റില്ല, കേൾക്കാൻ പറ്റില്ല, സ്പർശിച്ചറിയില്ല, ഒന്നുമില്ല. പക്ഷേ ഈ ഇന്ദ്രിയങ്ങളുടെ സൂക്ഷ്മാംശം നിലനിൽക്കും.
ഈ സൂക്ഷ്മാംശം നിലനിന്നാൽ ആ സൂക്ഷ്മാംശത്തിന് കാണാനുള്ള യോഗ്യതയില്ല. ഇന്ദ്രിയങ്ങളുടെ സൂക്ഷ്മാംശം നിലനിൽക്കും, 4-5 മണിക്കൂർ ഉണ്ടാവും, അതിനുശേഷം നശിക്കുക. അതുകൊണ്ടാണ് അതിന് മുമ്പ് സംസ്കരിക്കുന്നത്. സംസ്കരിക്കാൻ നന്നാക്കിയെടുക്കാന്ന്. അപ്പം ഈ സൂക്ഷ്മ ശരീരത്തെ നന്നാക്കി എടുക്കുന്ന പ്രക്രിയയാണ് സംസ്കാരം എന്ന് പറയുക. പക്ഷേ ഈ സൂക്ഷ്മ ശരീരത്തിന്, ഇന്ദ്രിയങ്ങളുടെ സൂക്ഷ്മാംശത്തിന്, ഇന്ദ്രിയങ്ങളുടെ അണുവായ അംശത്തിന് പ്രവർത്തിക്കാൻ പറ്റില്ല. കാണുന്ന ഇന്ദ്രിയത്തിൻ്റെ സൂക്ഷ്മാംശം ഉണ്ടെങ്കിലും കാണാൻ പറ്റില്ല. അതാണ് ചക്ഷുഷോഹോ ദ്രഷ്ടുഹു ദ്രഷ്ടത്വ അയോഗ്യത അനയോ. അവയ്ക്ക് തമ്മിൽ അത് കാണാൻ പറ്റില്ല. കാരണം കാണേണ്ട ആളില്ലെങ്കിൽ പിന്നെ എങ്ങനെ കാണും? ഞാനെന്ന ഈ സൂക്ഷ്മ ശരീരം, സ്ഥൂല ശരീരം ഇല്ലാണ്ടായാൽ ഈ സൂക്ഷ്മേന്ദ്രിയങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റാണ്ടാകും. അതുകൊണ്ട് സൂക്ഷ്മദേഹത്തിലിരുന്ന് അനുഭവിക്കാൻ സാധിക്കാതെ വരും. അതിനെയാണ് ജീവനാശം അല്ലെങ്കിൽ മരണം എന്ന് പറയുക. വാസ്തവത്തിൽ ജീവൻ നശിക്കത്തില്ല, ജീവൻ നിത്യനാണ്. നേത്രാദികളായ ഇന്ദ്രിയങ്ങൾ നശിച്ചാലും സ്ഥൂലദേഹം നശിക്കാതെ ഇരിക്കുന്നല്ലോ. ഞാൻ അന്ധനാണ്, ഞാൻ ബധിരനാണ്, ഞാൻ മുടന്തനാണ് എന്നൊക്കെ അഭിമാനിച്ച് ഇന്ദ്രിയങ്ങളുടെ നാശത്തെ ശരിക്കും അറിയുന്ന ജീവൻ ആ ഇന്ദ്രിയങ്ങളെ തൻ്റെ ഓരോ അവയവങ്ങളായി കരുതിയിട്ട് ദുഃഖിക്കുകയാണ്. ഇപ്പം കണ്ണ് കാണാതെ ഒരാൾ ജീവിക്കുന്നുണ്ട്. അവിടെ ദ്രഷ്ടാവുണ്ട്, ദൃഷ്ടിയുമുണ്ട്. ഇവയ്ക്ക് തമ്മിലുള്ള സംബന്ധം ഉണ്ടാവില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? കാണാൻ പറ്റില്ല. അയാൾ മരിച്ചിട്ടില്ല, പക്ഷെ അയാൾക്ക് ഈ ചക്ഷുഷും ഈ ദ്രഷ്ടാവും തമ്മിലുള്ള അയോഗ്യതയുണ്ട്. അതുകൊണ്ട് അയാൾക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പം വാസ്തവത്തിൽ ഈ സ്ഥൂലദേഹം നശിക്കാതെ ഇരിക്കുമ്പോഴും കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും ഒക്കെ അഭിമാനിക്കുന്ന ഒരാൾ ഇന്ദ്രിയങ്ങളുടെ നാശമാണിതെന്ന് ശരിക്ക് തിരിച്ചറിഞ്ഞിട്ട് ജീവൻ ആ ഇന്ദ്രിയങ്ങളെ തൻ്റെ അവയവമായി കാണണം. കണ്ണ് തൻ്റെ ഒരു അവയവമാണ്, ഞാനല്ല. എൻ്റേതാണ് കണ്ണ്, ഞാൻ കണ്ണല്ല. എൻ്റേതാണ് ചെവി, ഞാൻ ചെവിയല്ല. എൻ്റേതാണ് കൈ, ഞാൻ കൈയല്ല. ഇതൊക്കെ എൻ്റെ അവയവങ്ങളാണ്, ഉപകരണങ്ങളാണ്. ആ അവയവങ്ങൾക്കാണ് കേട് സംഭവിച്ച് അതും എനിക്ക് ദുഃഖമാണ്. കൈയില്ലെങ്കിൽ ദുഃഖമാണ്, കണ്ണിലും ദുഃഖമാണ്, ചെവിയില്ലെങ്കിൽ ദുഃഖമാണ്. അതുപോലെ സ്ഥൂല ശരീരം നശിക്കുമ്പോഴും നശിക്കാതിരിക്കുന്ന ഈ ജീവാത്മാവ് അഭിമാന നിമിത്തം നശിച്ചുപോയി എന്ന് വിചാരിച്ച് ഖേദിക്കുന്നു. എന്ന് നശിക്കുന്നു ശരീരം. ഇതാണ് ദേഹാഭിമാനത്തിൻ്റെയും ജീവൻ്റെയും സ്വരൂപത്തെ ഒന്ന് വ്യക്തമായിട്ട് എടുത്തു കാണിക്കുകയാണ് ഇവിടെ കപിലൻ. യഥാക്ഷ്ണോർദ്രവ്യാവയവ ദർശനായോഗ്യതായതാം തദൈവ ചക്ഷുഷോ ദൃഷ്ടോ ദൃഷ്ടത്വായോഗ്യതാനയോ. അക്ഷ്ണോ യഥാ ദ്രവ്യ അവയവ ദർശന അയോഗ്യതാം തദൈവ ചക്ഷുഷഃ ദൃഷ്ടു അനയോ അയോഗ്യത. യഥാക്ഷ്ണോർദ്രവ്യാവയവ ദർശനായോഗ്യതായതാം തദൈവ ചക്ഷുഷോ ദൃഷ്ടോ ദൃഷ്ടത്വായോഗ്യതാനയോ. യഥാക്ഷ്ണോർദ്രവ്യാവയവ ദർശനായോഗ്യതായതാം തദൈവ ചക്ഷുഷോ ദൃഷ്ടോ ദൃഷ്ടത്വായോഗ്യതാനയോ. യഥാക്ഷ്ണോർദ്രവ്യാവയവ ദർശനായോഗ്യതായതാം തദൈവ ചക്ഷുഷോ ദൃഷ്ടു ദൃഷ്ടത്വായോഗ്യതാനയോ. തസ്മന്ന കാര്യസ്സന്ത്രാസോ ന കാർപ്പണ്യം ന സംഭ്രമാം ബുദ്ധ്വാ ജീവഗതിം ധീരോ മുക്തസംഗശ്ചരേദിഹാം. അതുകൊണ്ട് ഈ തിരിച്ചറിവ് ഉണ്ടാകുന്നത് കൊണ്ട് സന്ത്രാസോ ന കാര്യ, പേടിക്കേണ്ട ആവശ്യമില്ല, ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാർപ്പണ്യം ന സംഭ്രമ,
കാർപ്പണ്യവും ഉണ്ടാകണ്ട, സംഭ്രമവും ഉണ്ടാവണ്ട. കാർപ്പണ്യം, കൃപണത, കാരുണ്യം, എന്നോട് കാരുണ്യം കാണിക്കണം എന്നുള്ള ഭാവവും, അതേപോലെ സംഭ്രമവും പരിഭ്രമവും നകർത്തവ്യം വേണ്ട. സന്ത്രാഭ, കാർപ്പണ്യ, സംഭ്രമ ന കാര്യ. ഇത് മൂന്നും നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. മരണം എന്ന് കേൾക്കുമ്പോൾ ഭയമാണ്, സംഭ്രമം ഉണ്ടാവും, എന്നോട് ദയവുണ്ടാകണം എന്ന് എപ്പോഴും തോന്നിക്കുകയും ചെയ്യും. ഈ മൂന്നവസ്ഥ അപ്പോഴുണ്ടാകും. ഇത് മൂന്നും ആവശ്യമില്ല. നശിക്കുന്നത് സ്ഥൂല ശരീരമാണ്. അതിൻ്റെ ഉള്ളിൽ സൂക്ഷ്മ ശരീരമെന്ന ഒരു അദൃഷ്ടമായ ശക്തി ഉണ്ടാകും. അതും കൂടി നശിച്ചാലും അത് ലിംഗശരീരമായി വാസനാരൂപത്തിൽ നിലനിൽക്കും. അത് പിന്നെ ഈ രണ്ട് ശരീരങ്ങളെ സ്വീകരിച്ച് കർമ്മങ്ങൾ ചെയ്ത് അനുഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ വാസ്തവത്തിൽ എനിക്ക് മരണമില്ല. ഞാൻ എന്ന് പറയുന്നത് ലിംഗശരീരം ആണ്. ഈ സൂക്ഷ്മം, ഈ സ്ഥൂലം അല്ല. ഇത് എനിക്ക് 50, 60, 70 വർഷം ജീവിക്കാനുള്ളൊരു ഉപകരണമാണ് ഈ ശരീരം. അത്രേ ഉള്ളൂ. ശരീരം പോകുമ്പോൾ ഞാനും എന്ത് ചെയ്യും? ഇതിനും പോകും. ശരീരം കേടായാൽ ഞാൻ ഇതിന് വിട്ടുപോകും. ഞാൻ പോയിട്ട് ഞാനിങ്ങനെ അലഞ്ഞിരുന്ന് നടക്കും, വേറൊരു ശരീരത്തിൽ ഞാൻ പിന്നെയും കയറും. അങ്ങനെ മരണം ഭയപ്പെടേണ്ടതല്ല, സംഭ്രമിക്കേണ്ടതല്ല, കാർപ്പണ്യമുണ്ടാക്കേണ്ടതല്ല എന്ന് ബുദ്ധ അറിഞ്ഞിട്ട് ജീവഗതി, ജീവൻ്റെ ഗതിയെ ധീരോ, ഇതാണ് ജീവൻ്റെ ഗതി എന്ന് അറിഞ്ഞിട്ട് ധീരൻ മുക്തസംഗ ചരേതിഹാം, എല്ലാ സംഘത്തിൽ നിന്നും മുക്തനായിട്ട് ഇഹ ചരേ, ഇവിടെ സഞ്ചരിച്ച് തന്നെ പോകണം. സ്ഥൂലദേഹത്തിനാണ് ജന്മമരണങ്ങൾ എന്നാണ് ഈ ശ്ലോകം പറഞ്ഞു വെച്ചത്. ഈ സ്ഥൂല ശരീരത്തെ നശിപ്പിക്കാൻ ആയുധത്തിന് കഴിയും. അതാണ് ഗീത പറയുക. അതേസമയത്ത് ജീവൻ എന്ന ലിംഗശരീരത്തെയോ സൂക്ഷ്മ ശരീരത്തെയോ നശിപ്പിക്കാൻ ആയുധം കൊണ്ട് പറ്റില്ല. അദാഹ്യോയം അക്ലേദ്യോയം അശൂഷ്യേവച എന്ന് ഗീത പറയും. അതിനെ ദഹിപ്പിക്കാൻ പറ്റില്ല, മുറിപ്പിക്കാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതറിഞ്ഞിട്ട് ധീരനായിരിക്കണം. മരണത്തെ ഭയക്കരുത്. ഈ സുഖദുഃഖാദികളായ പ്രാരബ്ധ അനുഭവങ്ങൾ ആണ് എന്നുള്ളത് കൊണ്ട് അതിനോട് ദൈന്യത, കാരുണ്യം അവലംബിക്കേണ്ട ആവശ്യമില്ല. പിന്നെ സമ്പത്ത്, വീട്, പുത്രൻ, ഭാര്യ, ഭർത്താവ്, അച്ഛൻ, അമ്മ, ബന്ധുക്കൾ ഇവരൊക്കെ നശിക്കുന്നവരാണ്. അവരെ ഉദ്ദേശിച്ച് സംഭ്രമിക്കേണ്ട ആവശ്യമില്ല. ദേഹാദികളിൽ ആസക്തി ഇല്ലാതായിട്ട് പ്രാരബ്ധം നശിക്കുന്നതുവരെ സംസാരത്തിൽ അതിൻ്റെ സ്വരൂപത്തെ അനുസന്ധാനം ചെയ്തുകൊണ്ട് സഞ്ചരിക്കുക തന്നെ ചെയ്യണം. ഇതാണ് ജീവൻ്റെ ഗതി. തസ്മന്നകാര്യ സന്ത്രാസോ നകാർപ്പണ്യം അസംഭ്രമാം ബുദ്ധ്വാ ജീവഗതിം ധീരോ മുക്തസംഗശ്ചരേതിഹാം. തസ്മാത് സന്ത്രാസഃ ന കാര്യഃ കാർപ്പണ്യം സംഭ്രമഃ ന കർത്തവ്യഃ. ജീവഗതിം ബുദ്ധ്വാ ധീരഃ മുക്തസംഗഃ ഇഹ ചരേത്. തസ്മന്നകാര്യ സന്ത്രാസോ ന കാർപ്പണ്യം ന സംഭ്രമാം ബുദ്ധ്വാ ജീവഗതിം ധീരോ മുക്തസംഗശ്ചരേതിഹ. തസ്മന്നകാര്യ സന്ത്രാസോ ന കാർപ്പണ്യം ന സംഭ്രമാം ബുദ്ധ്വാ ജീവഗതിം ധീരോ മുക്തസംഗശ്ചരേതിഹാം. തസ്മന്നകാര്യ സന്ത്രാസോ ന കാർപ്പണ്യം ന സംഭ്രമാം ബുദ്ധ്വാ ജീവഗതിം ധീരോ മുക്തസംഗശ്ചരേതിഹാം. സമ്യക് ദർശനയാ ബുദ്ധ്യാം യോഗവൈരാഗ്യയുക്തയാം മായാവിരചിതേ ലോകേ ചരന്യഫ്യകളേബരം. സമ്യക് ദർശനയാ ബുദ്ധ്യാം, യഥാർത്ഥമായ ദർശനത്തോടു കൂടിയ ബുദ്ധി കൊണ്ട്. സമ്യക്
ദർശനയ ബുദ്ധ്യ. സമ്യക്കായ ദർശനം വാസ്തവമായ യഥാർത്ഥമായ കാഴ്ചപ്പാടോടുകൂടിയ ബുദ്ധി കൊണ്ട് യോഗ വൈരാഗ്യയുക്തയാം, യോഗം കൊണ്ടും വൈരാഗ്യത്തോടും കൂടിച്ചേർന്ന, യോഗവൈരാഗ്യത്തോട് കൂടിച്ചേർന്നതും യഥാർത്ഥമായ ദർശനത്തോടു കൂടിയതും ആയ ബുദ്ധി കൊണ്ട് മായാവിരചിതേ ലോകെ, മായ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഈ ലോകത്തിൽ കളേബരം ശരീരത്തെ ന്യഫ്യ സമർപ്പിച്ചിട്ട് സഞ്ചരിക്കണം. ഈ പ്രകൃതിയിൽ നിന്നുമുണ്ടായ പഞ്ചഭൂതങ്ങളിലെ പരസ്പര സമ്മേളനമാണ് ഈ ശരീരം. പേർത്തും തമ്മിൽ പൃഥ്വിയ തേജോ വായുവാകാശങ്ങൾ പിണയ്പ്പു മേന്മേൽ സൃഷ്ടിയിൽ ഈശൻ പെരിപ്പ് സംഹൃതിയിൽ എന്ന ഉള്ളൂര് തന്നെ പ്രേമസംഗീതത്തിൽ പാടുന്നുണ്ട്. പഞ്ചഭൂതങ്ങളെ പരസ്പരം കൂട്ടിച്ചേർത്ത് വേദാന്ത ഭാഷയിൽ പഞ്ചീകരണം എന്ന് പറയും. ഇത്ര അളവിൽ പൃഥ്വി, അതിൻ്റെ ഇത്ര അളവിൽ വായു, അതിൻ്റെ ഇത്ര അളവിൽ ജലം എന്നിങ്ങനെ ഈ പഞ്ചഭൂതങ്ങൾ കൂട്ടിച്ചേർത്തൊരു ജീവൻ ഉണ്ടാക്കുന്നതിന് കണക്കുണ്ട്. ടെസ്റ്റ് ട്യൂബിൽ ഓരോ കണക്കനുസരിച്ച് ദ്രവ്യങ്ങൾ കൂട്ടിച്ചേർത്തൊരു പദാർത്ഥം ഉണ്ടാക്കുന്നത് പോലെ ഇവിടെയും ഇങ്ങനെയുള്ള പഞ്ചഭൂതങ്ങളുടെ പരസ്പരമുള്ള സമ്മേളനമാണ് ഈ ശരീരം. ഇതുപോലെയാണ് എല്ലാ ശരീരങ്ങളും. ഉറുമ്പിൻ്റെ ശരീരം മുതലെല്ലാം അത് തന്നെയാണ്. ഈ ശരീരങ്ങളുടെ ഒരു കൂട്ടമാണ് ഈ ലോകവും. അതുകൊണ്ട് ഈ ലോകം പ്രകൃതിയുടെ ഒരു പരിണാമമാണ്, മാറ്റമാണെന്ന് ബുദ്ധിമാന്മാർ നിശ്ചയിച്ചിരുന്നു. ഈ സത്യാവസ്ഥയാണ് ബുദ്ധി കൊണ്ട് അറിയേണ്ടത്. അതുകൊണ്ടാണ് ശ്ലോകത്തിലെ സമ്യക് ദർശനയാ ബുദ്ധ്യ. എന്താണ് സമ്യക് ദർശനം? ഇതാണ് സമ്യക് ദർശനം. പഞ്ചഭൂതങ്ങളുടെ പരസ്പരമുള്ള കൂടിച്ചേരലാണ് ഈ ശരീരമെന്നും അവ അഞ്ചും അഞ്ചായിട്ട് തീരുമ്പോൾ ഇത് നശിക്കുമെന്നും എല്ലാ ശരീരവും അങ്ങനെയാണെന്നും എല്ലാ ശരീരങ്ങളും കൂടിച്ചേരുന്ന ഒരു വലിയ സമൂഹമാണ് ഈ പ്രപഞ്ചമെന്നും ഉള്ള സമ്യക് ദർശനയ ബുദ്ധ്യ. അങ്ങനെയുള്ള ബുദ്ധി കൊണ്ട് ഈ സത്യാവസ്ഥ ശരിക്ക് തിരിച്ചറിഞ്ഞിട്ട് ബുദ്ധിക്ക് അതിനുള്ള യോഗ്യത ഉണ്ടാകണമെങ്കിൽ ലോകത്തിൽ നശിക്കുന്ന വസ്തു എന്താണ്, നശിക്കാത്ത വസ്തു എന്താണെന്ന് തിരിച്ചറിയണം. യോഗ വൈരാഗ്യയുക്തയാ. വേദാന്തം പഠിക്കാനുള്ള അധികാരത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയുന്ന ഇതാണ്. ഒന്ന്, നിത്യ വസ്തു, അനിത്യമായ വസ്തു, നിത്യാനിത്യ വസ്തു വിവേകം. ഇത് നിത്യമാണ്, നശിക്കില്ല, ഇത് അനിത്യമാണ്, നശിക്കുന്നതാണ് എന്നുള്ള ഒരു വിവേകമാണ് ആദ്യം ഉണ്ടാകേണ്ടത്. ഈ ദർശനം വീണ്ടും വീണ്ടും ഉള്ളിൽ ഉറയ്ക്കുമ്പോൾ നശ്വരങ്ങളായതിനെ തിരിച്ചറിയാൻ പറ്റും. എന്താണ്? ധനം, സമ്പത്ത്, വീട്, ഭാര്യ, ഭർത്താവ്, മാതാവ്, പിതാവ്, ബന്ധുക്കൾ, ഉണ്ടാക്കി കൂട്ടിയിരിക്കുന്ന സകല വസ്തുക്കളും ഇതൊക്കെ നശ്വരമാണെന്ന് തിരിച്ചറിയാൻ പറ്റും. എന്തിനാ അങ്ങനെ അറിയുന്നേ? അങ്ങനെ ആയാൽ അത് നിത്യമല്ലാത്തത് കൊണ്ട് അതിനോട് ആസക്തി ഉണ്ടാവരുത്, അത് വിട്ടുകളയണം. കാരണം ഇത് എന്തെങ്കിലും പോകാനുള്ളതാണ്. ഇതൊക്കെ നമുക്ക് കിട്ടിയാലും നിലനിൽക്കില്ല. എത്ര ദിവസം ഉണ്ടെന്ന് നമുക്കറിയില്ല, ഈശ്വരനെ അറിയൂ. അതിനാൽ ഇതൊക്കെ നശിക്കുന്നതാണ്. ഇങ്ങനെയാണ് ബുദ്ധിയെ നിരന്തരമായും വിചാരം ചെയ്ത് അത് നാശരഹിതമായ ആത്മാവിൽ ഉറപ്പിച്ചുകൊണ്ട്, അതിനെയാണ് യോഗം എന്ന് പറയുക. യോഗം വൈരാഗ്യം. അതുകൊണ്ട് വിരക്തി ഉണ്ടാകണം. ആസക്തിയില്ലാതെ പ്രാരബ്ധങ്ങൾ അനുഭവിക്കണം. അത് തീർന്നു കഴിഞ്ഞാൽ ഈ ശരീരം ഉണ്ടെങ്കിലും ഇല്ലെന്നതുപോലെ കണക്കൂട്ടാം. ഈ സ്ഥിതി ദേഹം നശിക്കുന്നവരെ സഞ്ചരിച്ചു പോകണം. ഋഷഭാദികളായ മഹായോഗികളൊക്കെ അങ്ങനെ സഞ്ചരിച്ചു പോയവരാണ്. പരമഹംസന്മാരൊക്കെ അങ്ങനെയാണ്.
ശരീരമുണ്ടെന്ന് പോലും അവർക്കറിയില്ല. ഈ ശരീരത്തെ എത്ര ഉപദ്രവിച്ചാലും അവർക്കറിയില്ല. കേടുപാട് വന്നാലും അവർക്കറിയില്ല. കാരണം ഇവരതിന് അതീതരാണ്. അതുകൊണ്ട് അങ്ങനെ പോകുന്നവർക്കും ദേഹം നശിക്കുന്നവരെ ജീവിക്കണം. അതാണ് ലോകേ ചരേത് ന്യഫ്യ കളയബരം. കളയബരം ന്യഫ്യ, ശരീരം ഉപേക്ഷിക്കല്ല, സമർപ്പിക്കുക, വിട്ടുകൊടുത്തേക്കുക. എന്നിട്ട് ചരേത്, സഞ്ചരിച്ചു കൊണ്ടിരിക്കും. അവധൂതന്മാരെന്നും മുക്തഭംഗന്മാരെന്നും പരമഹംസന്മാരും ഒക്കെ ഇവരെ വിളിക്കും. സമ്യക് ദർശനയാ ബുദ്ധ്യായോഗവൈരാഗ്യയുക്തയാം മായാവിരചിതേ ലോകേ ചരേണ്യഫ്യകളേബരം. യോഗവൈരാഗ്യയുക്തയാ സമ്യക് ദർശനയാ ബുദ്ധ്യാ മായാവിരചിതേ ലോകേ കളേബരം ന്യഫ്യ ചരേത്. സമ്യക് ദർശനയാ ബുദ്ധ്യാ യോഗവൈരാഗ്യയുക്തയാം മായാവിരചിതേ ലോകേ ചരേണ്യഫ്യ കളേബരം. സമ്യക് ദർശനയാ ബുദ്ധ്യാ യോഗവൈരാഗ്യയുക്തയാം മായാവിരചിതേ ലോകേ ചരേണ്യഫ്യ കളേബരം. സമ്യക് ദർശനയാ ബുദ്ധ്യാ യോഗവൈരാഗ്യയുക്തയാം മായാവിരചിതേ ലോകേ ചരേണ്യഫ്യ കളേബരം. എന്നിങ്ങനെ ജീവൻ്റെ ഈ ലോകത്തിലും പരലോകത്തിനുള്ള ഗതിയെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഇത്രയും പറഞ്ഞ് ഈ അധ്യായം ഉപസംഹരിച്ചിട്ട് അടുത്ത അധ്യായത്തിൽ ജീവൻ്റെ 2 വിധത്തിലുള്ള ഗതികളെക്കുറിച്ച് ഒന്നുകൂടി വിസ്തരിച്ച് ഉപന്യസിച്ചുകൊണ്ടാണ് ഈ പ്രകടനം ഉപസംഹരിക്കുന്നത്. നമുക്കിനിയും 3-5 മിനിറ്റ് കൂടെ ഉള്ളൂ. അടുത്ത അധ്യായത്തിലേക്ക് കിടക്കാൻ സമയം നമുക്ക് ലഭിക്കില്ല. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഉപസംഹരിക്കാം. സമർപ്പിച്ചതിന് ശേഷം ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്കിന്ന് ഇവിടെ ഉപസംഹരിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.